നമ്മൾ ഇന്നോവ ടൈപ്പ് 4 വേണ്ടി ചെയ്തത് ഒരു ബാംഗ്ലൂരിലുള്ളൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ്. അവർ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് നമുക്ക് അയച്ചു തന്ന് ഇതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എക്സ്ട്രാ ഒരു DRLും കൂടി അതിൽ ചെയ്യണം എന്നാണ് അവർ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ സ്പേസൊക്കെ നോക്കി അതിലൊരു 2L ഷേപ്പിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞ് സെപ്പറേറ്റ് നമുക്കൊരു DRL ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർ ഓക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്ത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് മെയിനായിട്ട് ഫുള്ളി RGB ആണ്. സെപ്പറേറ്റ് കൊടുത്ത DRLിലൊക്കെ നമ്മൾ RGB ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ L ഷേപ്പിൽ 2 എക്സ്ട്രാ ഒരു DRL കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ എൻഗ്രേവിങ്ങും പാറ്റേണൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ലൈറ്റൊക്കെ പാസ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ആവും അത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മളിതിൽ ഒരു റണ്ണിങ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. കമ്പനി വരുന്ന ആഫ്റ്റർ മാർക്കറ്റ് വരുന്ന ലൈറ്റിലുള്ള LED ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. RGBയിൽ നമുക്ക് ഒരുപാട് കളർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിൽ ഡൈനാമിക്കായിട്ടും സോളിഡായിട്ടുള്ള കളർ ഒറ്റ കളർ തന്നെ നമുക്കതിൽ സെലക്ട് ചെയ്യാം. ഒരുപാട് പാറ്റേൺ രീതിയിലൊക്കെ ഇതിൽ ആപ്പിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇതേപോലെ എക്സ്ട്രാ ഡിസൈനൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് ഏത് ഷേപ്പാണ് നിങ്ങളുടെ കൺസെപ്റ്റിനനുസരിച്ച് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യാൻ പറ്റും. RGB നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഫേവറേറ്റായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഈ ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ ഫേവറേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കളർ സോളിഡ് അങ്ങനെയൊക്കെ ഫേവറേറ്റ് ആയിട്ട് വെക്കാം നമുക്ക്. ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ നമുക്ക് RGB കൊടുക്കാനുള്ള കണക്ടർ. ഈ കണക്ടർ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ റെഡ് പ്ലസും ബ്ലാക്ക് നെഗറ്റീവാണ്. ഇത് പാർക്കിൽ കണക്ഷൻ കൊടുത്താൽ നമുക്ക് പാർക്കിൽ ഇടുമ്പോൾ RGB വർക്ക് ചെയ്യിക്കാം.